ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഘു അമ്പിളിക്ക് വിളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പിളിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്പിളി ഫോൺ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന രഘു ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നീയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് ഫോൺ എടുക്കാൻ സമയമില്ലാന്ന്. അത് പിന്നെ രഘു കേട്ടോ, 4 കുഞ്ഞുങ്ങളല്ലേ ഇവിടെ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനിങ്ങനെ നോക്കല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവരുടെ കരച്ചിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത് ഇരുന്നത് എന്ന് പറയാം കേട്ടോ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അമ്പിളിയുടെ ആ വാക്കുകളിൽ രഘുവിനെ അങ്ങനെ വല്ലാതെ അങ്ങ് വിശ്വാസം തോന്നില്ല കേട്ടോ. അവിടെ എന്തോ ഒരു പന്തികേടുണ്ട് എന്നിങ്ങനെ രഘുവിന് ഇങ്ങനെ തോന്നാണ് കേട്ടോ. തന്നിൽ നിന്നും എന്തോ അമ്പിളി മറച്ചു വെക്കുന്നുണ്ട് എന്ന് രഘുവിന് തോന്നണം. അപ്പോൾ രഘു വീണ്ടും ചോദിക്കുന്നുണ്ട്, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അച്ഛൻ കിടന്നിരിക്കുന്നു. ഇതെന്ത് പറ്റി ഇന്ന് നേരത്തെ അമ്മാവൻ കിടന്നിരിക്കുന്നത്? ഒന്നുമില്ല, യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എങ്ങോട്ടേക്ക് യാത്ര ചെയ്തു അതൊന്നും എനിക്കറിയില്ല. രാവിലെ ഇവിടെ ദയ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതിൽ പിന്നെ അങ്ങ് കിടന്നതല്ലേ എന്നിങ്ങനെ വായിൽ നിന്ന് അബദ്ധത്തിൽ പോവുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്താ ഉണ്ടായത്? അത് പിന്നെ രഘു കേട്ടോ അവളോട് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ചായ ഒന്നും കൊണ്ടു കൊടുത്തില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം രഘു പറയും, എന്താ ഇവൾക്ക് പറ്റിയത്? എന്താ ഇങ്ങനെ അഹങ്കാരിയായി മാറുന്നത്? അല്ലെങ്കിൽ അവൾ പണ്ടേ ഇവിടെ എല്ലാവർക്കും ഒരു ഭാരമായിട്ടാണല്ലോ ജീവിച്ചിരുന്നത്. പണ്ടേ ദയയുടെ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, അവളെന്നും ഇങ്ങനെ തന്നെയാണ്. അതിനിടയ്ക്ക് ശബരിയുടെ കൂടെ അവളൊന്ന് നേരായി എന്ന് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ രഘുവിന് സങ്കടം തോന്നുകയാണ്. അമ്മാവന് ഒരു പ്രശ്നത്തിന് മുകളിലൂടെ പ്രശ്നം, ഈ പ്രശ്നം ഇപ്പോൾ എന്തായാലും പറയാനും പറ്റില്ല, അതുകൊണ്ട് അമ്പിളിയോട് ഇതും പറയുന്നില്ല എന്നിങ്ങനെ രഘു മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം ഇവരങ്ങ് പോവുകയും ഇവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്ത്. എന്നാൽ അമ്പിളിയാണെങ്കിലോ രഘുവേട്ടനെ ഇപ്പോൾ അറിയിച്ചാൽ ശരിയാവില്ല, കാരണം രഘുവേട്ടൻ്റെ വായിൽ നിന്ന് അറിയാതെ ഇനി ശബരിയോട് കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും ആപത്താണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് മറച്ചു വെക്കുന്നേ നല്ലത് എന്നിങ്ങനെ തോന്നുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം രഘുവിനോട് പറയുകയാണെങ്കിൽ അത് ശബരി ഇടപെടുകയാണെങ്കിൽ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടായിരുന്നു. പക്ഷെ അത് മാഷും ഈ പറയുന്ന അമ്പിളിയും അത് ചെയ്യുന്നില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ശബരി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശബരി വരുമ്പോൾ അനിതയുടെ ആങ്ങളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലോ. 2 ലക്ഷം അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലോ. അങ്ങനെ അനിതയുടെ ആങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണം വാസന്തിയും ധനനാണല്ലോ. അങ്ങനെ ശബരി വന്ന ഉടൻ തന്നെ അങ്ങ് ശബരി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഒരു കേസുമായി മുന്നോട്ട് പോയത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ എൻ്റെ പണം നഷ്ടപ്പെട്ടതിൽ പരാതി കൊടുക്കാൻ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? അത് ധനം പറയാണ്, അത് പിന്നെ ശബരി 1-2 രൂപയല്ലല്ലോ പോയിരിക്കുന്നത്, 5 ലക്ഷം രൂപയല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അതിന് പരാതി കൊടുക്കണ്ടേ? അത് നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉടൻ തന്നെ വാസന്തി പറയണേ, എന്തിനാ ഇനി ധനേട്ടനോട് ഇങ്ങനെ ചൂടാവുന്നത്? ചേച്ചി ഇതിൽ മിണ്ടാതിരിക്കുക, ചേച്ചിയും കൂടി ചേർന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്തത്? നിങ്ങൾ ആരെയോ ലക്ഷ്യം വെച്ച് തന്നെയല്ലേ ഇത് ചെയ്തത്? അത് കേൾക്കുന്ന അനിത പറയാണ്, അല്ലെങ്കിലും വാസന്തി ചേച്ചിക്കും ധനേട്ടനോ ഇപ്പോൾ വെച്ച് എന്നോട് ദേഷ്യമാണ്, എൻ്റെ അഭിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പോൾ ഉടൻ തന്നെ വാസന്തി പറയണേ, പിന്നെ രാത്രികാലങ്ങളിൽ നിന്റെ അനിയൻ നടക്കുന്നതോ? അപ്പോഴേക്കും ധനം പറയണേ, രാത്രികാലങ്ങളിൽ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൻ്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ കേസ് കൊടുക്കണ്ടേ? അവൻ തന്നെയാണ് അത് എടുത്തത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശബരിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. മര്യാദക്ക് എൻ്റെ കൂടെ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ധനം പറയണേ, എന്താ ശബരി നിനക്ക് അനിതയുടെ കാര്യത്തിൽ ഇത്ര വല്ലാത്തൊരു ഇഷ്ടം? കാരണം അനിതയുടെ ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും നീ അതിനെന്താ സപ്പോർട്ട് ചെയ്യുന്നത്? ശബരി അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പോൾ വാസന്തി പറയണേ, ശരിയാണ്. അപ്പോൾ ഉടൻ തന്നെ അനിത പറയണേ, ധനേട്ടാ, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ഓരോ പ്രശ്നവും ഞാൻ മറച്ചു വെച്ച് ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നിനായി തുടക്കമിടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വാസന്തി പറയണേ, എന്താടി ധനേട്ടൻ കാട്ടിയത്? ധനേട്ടൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? പിന്നെ ധനേട്ടൻ അന്നേ രാത്രി ആ റൂമിലോട്ട് എന്തിനാണ് വന്നത്? അപ്പോൾ ഉടൻ തന്നെ ധന പറയാണ്, ഞാനൊരു ശബ്ദം കേട്ട് വന്നതാണ്, കാരണം അബി അവിടെ ആരോ വന്നതായി എനിക്ക് തോന്നി, അതുകൊണ്ട് വന്ന് നോക്കിയതാണ്. നിങ്ങൾ എന്തിനാണ് വരുന്നതെന്നും നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്നും ഞാൻ ഈ ചേച്ചിയുടെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കേണ്ട. വാസന്തി ചേച്ചി കരയേണ്ടി വരും. ഇയാളെക്കുറിച്ച് പല സത്യങ്ങളും എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ അവിടെ മൂടി വെക്കുന്നത് വാസന്തി ചേച്ചിയെ മാത്രം ആലോചിച്ചാണ്. ചേച്ചി എൻ്റെ കുടുംബത്തെ, എൻ്റെ ആങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് കൊണ്ട് തന്നെ ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന് പറയാനേട്ടാ. അങ്ങനെ ഇനി ധനനെ കൊണ്ടും വാസന്തിയെ കൊണ്ടും കേസ് പിൻവലിക്കാൻ പോകുമ്പോൾ ഇനി പുതിയൊരു കേസിലോട്ട് ശബരി തുടക്കം കുറിക്കാനായിട്ടാ. കാരണം ശബരിയുടെ കുടുംബം തകർത്ത് ശബരിക്ക് ഒരിക്കലും താങ്ങില്ല. അത്രയും ഭദ്രതയോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഒരു കുടുംബമാണ് ദയ ഈ രൂപത്തിലാക്കിയെടുത്തത്.
അതുകൊണ്ട് തന്നെ ഇനി ദേ വെറുതെ വിടില്ല കേട്ടോ. എന്നാൽ ഈ സമയം ആരും അറിയാതെ ഇങ്ങനെ ദാസിൻ്റെ വീട്ടിലോട്ട് ഇന്ദ്രൻ പോയിരിക്കുകയാണ്. അങ്ങനെ അനുപമയെ കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പോൾ അനുപമ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ അനുപമയോട് പറയാണ്, ഞാൻ അപ്പോൾ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞത് കൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല, സോറി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നീ എന്തിനാ ഹർഷയുടെയും രവിയുടെയും വീട്ടിൽ പോയത്? ഉടനെ തന്നെ അനുപമ പറയാണ്, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് എന്നെ വിശ്വാസമല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നീ തിരഞ്ഞു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനുപമ പറയാണ്, എനിക്ക് വിശ്വാസക്കുറവോ അതൊന്നല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഈ പ്രചരണം ആര് പറഞ്ഞ് പ്രചരിപ്പിച്ചു അതാണ് എനിക്കറിയേണ്ടത്. കാരണം അവരുടെ ലക്ഷ്യം അതാണല്ലോ, ഇത് പ്രചരിപ്പിച്ചാൽ മാത്രമാണല്ലോ അവർ പറയുന്ന ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ കഴിയുള്ളൂ. വെറുതെ ഒരു ജോത്സ്യൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കൂട്ടോ. ഇതേ സമയം അനുപമ പറയും, അതാണ് എൻ്റെ ലക്ഷ്യം, അതായത് ഞാൻ രവിയെയും ഹർഷയെയും കാണാമെന്ന് പറഞ്ഞത് അവരായിട്ട് ജോത്സ്യനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണോ അതോ ജോത്സ്യന് വെട്ടിത്തുറന്ന് പറഞ്ഞതാണോ? ഇതിൻ്റെ സത്യാവസ്ഥയാണ് എനിക്കറിയേണ്ടത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രേട്ട പല ചതികളും മുന്നിലോട്ട് വരും എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമ നഷ്ടപ്പെടുമോ എന്ന പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ദ്രൻ പറയും, ആരാണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ അനുപമ പറയാണ്, അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായേക്കാം, ചിലപ്പോൾ ഹർഷയായേക്കാം. ഹർഷയും അമ്മയും ഇപ്പോൾ നല്ല കൂട്ടുകെട്ടാണല്ലോ, അതുകൊണ്ട് കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ എന്നും ചെയ്യുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഇന്നിപ്പോൾ വിനയനെ ആ വീട്ടിലോട്ട് എത്തിച്ചതും ആരാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രൻ ഞെട്ടി നിൽക്കാണ്. കാരണം ഞങ്ങൾ ആ വീട്ടിലുണ്ടെന്ന് വിനയൻ എങ്ങനെ അറിഞ്ഞു? വിനയനെ അറിയിച്ചതും നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ അനുപമ പറയുമ്പോൾ അവിടെ സോന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇന്ദ്രൻ്റെ ചെവിയിലൂടെ ഇങ്ങനെ ഓർമ്മയിൽ വരാനിട്ടാ. കാരണം ഇന്ദ്രൻ സോനയും ഇത് തന്നെ പറഞ്ഞു. കാരണം ഇതെങ്ങനെയെങ്കിലും ഇന്ദ്രേട്ടനും അനുചേച്ചിയും സംസാരിക്കാതിരിക്കാനുള്ള ആ ഒരു കാട്ടിക്കുട്ടൽ കാട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന് അത് വിശ്വാസമായില്ലല്ലോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അനുപമയെ അത് ആവർത്തിക്കുന്നു കേട്ടോ. അങ്ങനെ അനുപമ പറയാണ്, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം, ആരെന്നെ എന്തെന്നെ ആണെങ്കിലും ഇത് പറഞ്ഞുണ്ടാക്കിയവരെ എനിക്ക് കണ്ടെത്തണം. നാളെ ഇപ്പോൾ ഹർഷയുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരികയോ നിങ്ങളുടെ മുന്നിലോട്ട് വരികയോ ചെയ്താൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? കോടതിയും കേസുമായി മുന്നോട്ട് പോകേണ്ടി വരില്ലേ? അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം അത് പേരുദോഷം വരില്ലേ? അതിന് മുന്നേ ആദ്യം തന്നെ ഒരു അച്ചടക്കം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇങ്ങനെ ഇന്ദ്രനും തോന്നണം കേട്ടോ. അങ്ങനെ ഇന്ദ്രനും തീരുമാനമെടുക്കുകയാണ്, ശരി അനുപമേ, നീ പറയുന്നതിൽ ഒരു സത്യമുണ്ട്, ഇതിൽ എൻ്റെ അമ്മക്കും ഹർഷയ്ക്കും പങ്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയാനിട്ടോ. എന്നാൽ ഇന്ദ്രനെ നേരം വൈകിട്ടും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പേടിയാവാണ് സുശീലൊക്കെ. കാരണം ഹർഷയുടെ വാക്കുകൾ, ഹർഷ പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് അവർ തമ്മിൽ കാണാൻ പാടില്ല, കാരണം എൻ്റെ പ്രസവം കഴിയുന്നത് വരെ അവർ തമ്മിൽ യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ. അപ്പോഴാണ് ഇന്ദ്രൻ കയറി വരുന്നത്. ഇന്ദ്രൻ്റെ മുഖഭാവമൊക്കെ ആകെ മാറിയിരിക്കുന്നു. അപ്പോൾ എന്താ മോനെ നിനക്ക് പറ്റിയത്? ഞാൻ അനുവിനെ കാണാൻ പോയിരുന്നു, നിന്നോടല്ലേ പോകണ്ട എന്ന് പറഞ്ഞത്, നീ എന്തിനാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അവൾ പറയുന്നതിനും കാര്യമുണ്ട്. ഈ ജോത്സ്യൻ്റെ പ്രവചനം അത് ആര് പറഞ്ഞു, എങ്ങനെ പ്രചരിച്ചു, എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും, കണ്ടെത്താതിരിക്കില്ല, അതാരാണെങ്കിലും അവരെ ഞാൻ തള്ളി പറഞ്ഞിരിക്കും എന്ന് സുശീലയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ആകെ പേടിച്ച് വിറക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇന്ദ്രൻ അകലുന്ന ആ സീനുകൾ തന്നെയാണ് വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ്ങും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.